രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കർണാടകയിലെ 14 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് ആകെ പ്രതീക്ഷയുള്ളത് കർണാടക മാത്രമാണ്. എന്നാൽ കോൺഗ്രസ് ജെഡിഎസ് സഖ്യത്തെ മറികടന്ന് 2014 വിജയം ആവർത്തിക്കാൻ ഇത്തവണ എൻഡിഎക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തലുകൾ. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും കർണാടകയിൽ 28 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഇതിനു പുറമെ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. അതോടൊപ്പം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും ഉദ്ധംപൂരിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാടും കർണാടകയും വ്യാഴാഴ്ച എങ്ങനെ വിധിയെഴുതുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് സാധ്യത കൽപ്പിക്കുന്നത് കർണാടകയിൽ മാത്രം. കർണാടകയിൽ കോൺഗ്രസും ജെഡിഎസും സഖ്യത്തിലാണ് മത്സരിക്കുക. ശക്തമായ പോരാട്ടം നടക്കുന്നത് തുംകൂർ, മാണ്ഡ്യ, ദക്ഷിണ കന്നഡ, ചിക്കബല്ലാപൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. എൻഡിഎ മേൽക്കൈ നേടുമെന്നാണ് സർവേകളെങ്കിലും 2014 17 സീറ്റ് നേട്ടം ആവർത്തിക്കാൻ എൻഡിഎക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തലുകൾ. ദക്ഷിണ കന്നഡയിൽ നിന്ന് നളിൻകുമാർ കട്ടീനാണ് ബിജെപി സ്ഥാനാർത്ഥി. ബംഗളൂരു നോർത്തിൽ നിന്നും DY സദാനന്ദ ഗൌഡയും മാണ്ഡ്യയിൽ നിന്ന് സുമലത ബിജെപി സ്വതന്ത്രയുമായാണ് ജനവിധി തേടുന്നത്. അതേസമയം ചിക്കബല്ലാപൂരിൽ നിന്ന് വീരപ്പ മൊയ്ലിയും തുംകൂരിൽ നിന്ന് ജെഡിഎസിന്റെ ദേവഗൌഡയും മത്സരിക്കും. മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജെഡിഎസ് കോൺഗ്രസ് സഖ്യം. എന്നാൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ ജെഡിഎസിനകത്തു നിന്നുള്ള അസ്വാരസ്യങ്ങൾ തിരിച്ചടിയായേക്കും. സുമലതയും മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയും മത്സരിക്കുന്ന മാണ്ഡ്യയിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ തിരിച്ചടിയായേക്കുമെന്നാണ് സൂചനകൾ. വൊക്കലിംഗ സമുദായത്തിന്റെ വോട്ടുകളാണ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കോൺഗ്രസ് DMK സഖ്യത്തിന് മേൽക്കൈയുണ്ടെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. മായാവതിക്കുള്ള പരീക്ഷണമായ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളും മഹാസഖ്യത്തിന് നിർണായകമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മായാവതിക്ക് വിലക്ക് നൽകിയതോടെ തിരിച്ചടി നേരിടാനുള്ള സാധ്യതകളും വിരളമല്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം. ഗുഡ്സ് ഓട്ടോയുമായി ഇടിച്ചാണ് അപകടം നടന്നത്. മരിച്ച 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിച്ചത്. വിവരങ്ങളുമായി സ്വാലിക് ചേരുന്നു. സ്വാലിക്, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? റീബ, പുലർച്ചെ 6:20 ദേശീയപാതയിൽ ടാങ്കർ ലോറി ഗുഡ്സ് ഓട്ടോയിൽ ഇടിച്ചത്. കൂട്ടിലങ്ങാടിക്ക് സമീപം ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. 3 പേർ തൽക്ഷണം തന്നെ മരിച്ചു. മരിച്ച 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ SK ഷബീർ അലി, സൈദുൽ ഖാൻ, SK സാദത്ത് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കോട്ടപ്പടിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുഡ്സ് ഓട്ടോ ഓടിച്ചിരുന്നത് മക്കരപ്പറമ്പ് സ്വദേശി ഫൈസലാണ്. ഇയാൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവർ. ഇവരെ ഗുഡ്സിന്റെ പുറകിൽ കയറ്റി പോകുന്നതിനിടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. എതിരെ വന്ന ഒരു ഇന്നോവ കാറിനെ അപകടം ഒഴിവാക്കുന്നതിനായി ശ്രമിക്കുന്നതിനിടെയാണ് ലോറി നിയന്ത്രണം വിട്ടത്. തുടർന്ന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. വലിയ തോതിൽ തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത്. 3 പേർ തൽക്ഷണം തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആശുപത്രിയിലുള്ള മറ്റു 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. റീബ, മലപ്പുറത്ത് കൂട്ടിലങ്ങാടിയിൽ വാഹനാപകടത്തെ തുടർന്ന് 3 പേർ മരിച്ചു. വിവരങ്ങളാണ് സ്വാലിക് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അധികാര പരിധികളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ വിശദീകരണം നൽകും. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും PSP നേതാവ് മായാവതിയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും വിലക്കിയതും കമ്മീഷൻ കോടതിയെ അറിയിച്ചേക്കും. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പരിമിതികളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാനും നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേ ഉള്ളൂ. ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ അധികാരമില്ലെന്നുമായിരുന്നു കമ്മീഷൻ കോടതിയെ അറിയിച്ചത്.
ഈ മറുപടിയെ തുടർന്നാണ് കമ്മീഷന്റെ അധികാര പരിധിയെക്കുറിച്ച് പരിശോധന ആവശ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടത്. മുസ്ലിം പള്ളികളിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ വിലക്ക് കൽപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിലക്ക് ഭരണഘടനയുടെ 14, 15, 21, 25, 29 വകുപ്പുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെ, ജസ്റ്റിസ് അബ്ദുൽ നസീർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ആയിരത്തി 1995, 2007 കാലഘട്ടത്തിൽ 965 കർഷകരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത്. കാപ്പിക്കും കുരുമുളകിനും ചുങ്കം കുറച്ച് ഇറക്കുമതി ചെയ്യാൻ വൻകിട കുത്തകകൾക്ക് കോൺഗ്രസ് സർക്കാർ നൽകിയ അനുമതി കർഷകർക്ക് തിരിച്ചടിയായി. കാർഷിക മേഖലയായ വയനാട്ടിലെ പുൽപ്പള്ളി ഇന്നും കരകയറിയിട്ടില്ല. ആ ദുരിതകാലത്ത് നിന്ന് കർഷക വിരുദ്ധ നയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഇവിടെ ചർച്ചയാവുകയാണ്. ഇന്ത്യയിൽ വിദർഭയ്ക്ക് ശേഷം അക്കാലത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്തത് വയനാട്ടിലാണ്. 3000-ഓളം കർഷകരെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന കബരിയുടെ കരയിലെ കുടിയേറ്റ കർഷക ഗ്രാമമായ പുൽപ്പള്ളിയിലായിരുന്നു ഇതിൽ ഭൂരിഭാഗവും. നമ്മുടെ കർഷകരുടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് പുൽപ്പള്ളി മാറി. അതുപോലെ വയനാട് നമുക്കറിയാം, വയനാട് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു ജില്ലയായിട്ടാണ് വയനാട് കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. 100 കണക്കിന് കർഷകർ ഇവിടെ ആത്മഹത്യ ചെയ്തു. രാജ്യത്തെ പ്രധാന കുരുമുളക് ഉൽപാദന കേന്ദ്രമായിരുന്ന ഒരു കാലത്ത് കേരളത്തിന്റെ ഗൾഫ് എന്നറിയപ്പെട്ട പ്രദേശമായിരുന്നു പുൽപ്പള്ളി. 1980 മുതൽ പേരുകേട്ട വയനാടൻ കുരുമുളക് എന്ന കറുത്ത പൊന്നിന്റെ പെരുമ 90കളിൽ അവസാനിച്ചു. ഏറ്റവും കൂടുതൽ മലഞ്ചരക്ക് കടകളുണ്ടായിരുന്ന ഈ ചെറു പ്രദേശത്ത് കർഷകർ കൂട്ടത്തോടെ കൃഷി ഉപേക്ഷിച്ചു. വിലത്തകർച്ച പോലാണ് ഇപ്പോൾ കർഷകർ ഇത് കൃഷി ചെയ്ത് ഒരു കാരണവശാലും ഒക്കൂല ഇന്ന് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ. ആസിയാൻ കരാറിലൂടെ ഇറക്കുമതി തീരുവ വെട്ടിച്ചുരുക്കിയതിന്റെ ഫലമായി നാണ്യവിളകൾക്ക് വൻ വിലയിടിവാണുണ്ടായത്. ശ്രീലങ്ക, വിയറ്റ്നാം, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും ടൺ കണക്കിന് കുരുമുളക് കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ എത്തിയതോടെ ഇവിടെ വിളയിപ്പിക്കുന്നതിന് വിലയില്ലാതായി. ഇതേ നയങ്ങൾ മോദി സർക്കാരും തുടർന്നതോടെ ഇന്ത്യയിൽ എവിടെയും എന്ന പോലെ പുൽപ്പള്ളിയും ഇന്നും ആ തകർച്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കിലോയ്ക്ക് 800 രൂപ വരെ വില ലഭിച്ചിരുന്ന കുരുമുളകിനിപ്പോൾ 280 മുതൽ 300 രൂപ വരെയാണ് വില. ഉൽപാദന ചെലവ് പോലും കർഷകർക്ക് കിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഈ കർഷക വിരുദ്ധ നയങ്ങൾ കൂടി വയനാട്ടിൽ ചർച്ചയാവുകയാണ്. അനൂപ് കയാർ, വയനാട്. തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും. കാശ് കൊടുത്തുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ വരുന്ന സർവേകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ബി.ജെ.പി. നിലപാടുകളെ വി.എസ്. അച്യുതാനന്ദനും ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ സജീവമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും 3 കേന്ദ്രങ്ങളിലായിട്ടാണ് പര്യടനം നടത്തിയത്. കാശ് കൊടുത്തുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്ന സർവേകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2004 ഇതിന് ഉദാഹരണമാണ്. ഇത്തവണ അതിനേക്കാൾ മികച്ച വിജയം LDF നേടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിന്നെ ചില പ്രചരണ രീതികൾ ഇപ്പോൾ ഉണ്ടല്ലോ, പ്രചരണ രീതി പണം കൊടുത്തുണ്ടാക്കുന്നതാണ്. അത് നാടിൻ്റെ അഭിപ്രായമല്ല, വോട്ടറിൻ്റെ അഭിപ്രായമല്ല, വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. ചില അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. ആ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള പണസ്വാധീനവുമുണ്ട്. ആ പണസ്വാധീനമുള്ളവർ മറ്റു പല പ്രചരണങ്ങളും കഴിച്ചുകൂടും. അതൊന്നും നാടിനെയോ നാട്ടുകാരെയോ വോട്ടർമാരെയോ ബാധിക്കുന്ന കാര്യമല്ല. കോൺഗ്രസ് ബി.ജെ.പി. നിലപാടുകളെ വി.എസ്. അച്യുതാനന്ദനും ചോദ്യം ചെയ്തു. ഇപ്പോൾ ചില വിശ്വാസ സംരക്ഷകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സംഘപരിവാർ സംഘടനകളും നാളെ അതിൽ ചേരാനുള്ള കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരേ വീറോടെ രംഗത്തുണ്ട്. വിശ്വാസ സംരക്ഷണത്തിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന ഈ അവസരവാദികൾക്ക് വേണ്ടത് വിശ്വാസികളുടെ വോട്ടാണ്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഉറ്റുകൊടുക്കാൻ കോൺഗ്രസുകാർക്ക് ഒരു മടിയുമില്ല.
കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് മുന്നോടിയായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരുക്കിയ ബൈക്ക് റാലിയും നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനങ്ങൾ വലിയ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യൂത്ത് ഫോർ ജോയ്സ് എന്ന മുദ്രാവാക്യമുയർത്തി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള യൂത്ത് പാർലമെന്റ് ഇന്ന് കട്ടപ്പനയിൽ നടക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന സമ്മേളനം സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചാരണാർത്ഥമാണ് പരിപാടി. യുവശക്തി വിളിച്ചറിയിക്കുന്ന പ്രകടനവും ഉണ്ടാകും. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേക്കെതിരെ പത്തനംതിട്ട LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലങ്ങൾക്കെതിരെയാണ് പത്തനംതിട്ടയിലെ LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമായാണ് ഈ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേ ഫലത്തെ കാണാൻ കഴിയുമെന്ന് LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ സർവേ ഫലങ്ങൾ തകിടം മറിച്ചുകൊണ്ടാണ് കേരളത്തിൽ LDF ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത്. സർവേ ഫലം ഇടതുമുന്നണിയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും അനന്തഗോപൻ പറഞ്ഞു. ഈ ചാനൽ സർവേകളുടെ ഫലത്തെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ജനമനസ്സുകളിൽ തെറ്റായ ചിന്ത പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സർവേ ഫലങ്ങളാണ് പുറത്തുവിടുന്നത് എന്നത് തന്നെയാണ്. ഇത് BJPയെയും കോൺഗ്രസിനെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ നടത്തുന്ന ഈ സർവേ പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ജനമനസ്സുകളിൽ ഇടം നേടിയ വീണ ജോർജിനെ പരാജയപ്പെടുത്താൻ ഇത്തരം ചാനൽ സർവേകൾക്ക് കഴിയില്ല. ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ആശങ്കയുണ്ടാക്കാനും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കൃത്രിമമായി സൃഷ്ടിക്കുന്ന സർവേ ഫലങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുകയാണെന്നും വർഗീയതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ജനങ്ങൾ എല്ലായ്പ്പോഴും ഇടതുമുന്നണിക്കൊപ്പമാണെന്നും അഡ്വക്കേറ്റ് K അനന്തഗോപൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാവപ്പെട്ടവരുടെ അന്നം മുടക്കാൻ പരാതി നൽകിയ പ്രേമചന്ദ്രനോട് എഴുത്തുകാരൻ അശോകൻ ചെരുവലിന്റെ ചോദ്യം: MLA, MP, മന്ത്രി പദവികൾ നേടാനുള്ളത് മാത്രമാണോ രാഷ്ട്രീയം? തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുടക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം തെറ്റായിപ്പോയെന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ പാവപ്പെട്ടവർക്കായി വിതരണം ചെയ്തുവരുന്ന പൊതിച്ചോറിനെതിരെയാണ് MK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അന്നം മുടക്കാനാണോ പരാതി നൽകിയതെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ UDFിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. എഴുത്തുകാരനായ അശോകൻ ചെരുവിലും ഫേസ്ബുക്കിൽ തന്റെ പ്രതിഷേധം കുറിച്ചു. MLA, MP, മന്ത്രി പദവികൾ നേടാനുള്ളത് മാത്രമാണോ രാഷ്ട്രീയമെന്ന് അദ്ദേഹം പ്രേമചന്ദ്രനോട് ചോദിച്ചു. ഇതുപോലുള്ള കള്ളനാണയങ്ങൾ സ്വന്തം സ്വാർത്ഥലാഭത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും നികൃഷ്ടമായ കൂറുമാറ്റവും നടത്തുന്നവനെ 18 അടവും പയറ്റുന്നവനെ പരാജയപ്പെടുത്തണമെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ആ ഭക്ഷണ വിതരണത്തിനെതിരെ ശ്രീ NK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായിട്ടാണ് അറിയുന്നത്. MLA, MP, മന്ത്രി തുടങ്ങിയിട്ടുള്ള വലിയ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും നേടുന്നതിനും അതിനുവേണ്ടി അവസരത്തിനനുസരിച്ച് കൂറുമാറ്റം നടത്തുന്നതും മാത്രമാണോ രാഷ്ട്രീയം എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? സാംസ്കാരിക രംഗത്തെ നിരവധി പേരിപ്പോൾ പാവപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നടത്തുന്ന അന്നദാനത്തെ പ്രശംസിച്ചും അന്നം മുടക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്താനും അഭ്യർത്ഥിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിഷുദിനത്തിൽ വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി P. ജയരാജനെ കാണാനും വിജയാശംസ നേരാനുമായി ഗുജറാത്തിൽ നിന്ന് 2 പേരെത്തി. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ P. ജയരാജന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് കുത്തബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും അറിയിച്ചു. ഗുജറാത്ത് കലാപകാലത്ത് ഇരയും വേട്ടക്കാരനുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞവരാണ് ഇരുവരും.
സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്തയേടായ ഗുജറാത്ത് കലാപകാലത്തെ ഇവരുടെ മുഖങ്ങൾ ആരും മറന്നു കാണില്ല. ജീവനു വേണ്ടി തൊഴുകയോടെ നിന്ന കുത്തബുദ്ദീൻ അൻസാരിയും കൊലവിളി മുഴക്കി നിൽക്കുന്ന അശോക് മോച്ചിയും. മുമ്പും ഇവരൊരുമിച്ച് കണ്ണൂരിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ എത്തിയത് വിഷുദിനത്തിൽ പി ജയരാജന്റെ പാട്യത്തെ വീട്ടിലേക്ക്. പി ജയരാജനുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ഇരുവരും കേക്കുമായെത്തി മധുരം പങ്കിട്ടു. ഒരുമിച്ച് വിഷുസദ്യയും കഴിച്ചു. പിന്നീട് അല്പം രാഷ്ട്രീയ ചർച്ച. മോദി എന്താണെന്ന് ഗുജറാത്ത് മാത്രമല്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ജനം മുഴുവൻ അനുഭവിച്ചുവെന്ന് കുത്തബുദ്ദീൻ അൻസാരി പറഞ്ഞു. 2014 जैसा माहौल नहीं है. 5 साल के अंदर इंडिया को ये तो मालूम पड़ गया कि नरेंद्र मोदी क्या है. पहले खाली गुजरात के लोग ही समझ रहे थे इस चीज़ को, लेकिन दिल्ली में आने से पूरे देश के लोगों ने इस चीज़ को समझा और फैसला देश के हाथ में आएगा कि सरकार चलाने जैसी है कि नहीं चलाने जैसी. जनता जो चाहेगी वो होगा. മോഡി ഉയർത്തുന്ന ആശയങ്ങളെ പ്രതിരോധിക്കാൻ ജയരാജൻ ജയിക്കണമെന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്ന് അശോക് മോച്ചിയും പറഞ്ഞു. यह इलेक्शन जो है नो कंपटीशन कहा जाता है. मोदी जी खुद कहा है कि मुझे कोई चैलेंज नहीं दे रहा है. अगर राजन सर पीजे राजन सर अगर पार्लियामेंट में जाएंगे तो उनको चैलेंज देने वाला कोई मिलेगा. ऐसा വിഷുദിനത്തിൽ കുത്തബുദ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും വീട്ടിലെത്തിയതിലുള്ള സന്തോഷത്തിലായിരുന്നു പി ജയരാജൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവർ എന്നെ കാണാൻ വന്നത്, എനിക്ക് പിന്തുണ തരാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. പി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇവർ രണ്ടുപേരും ഇന്നു മുതൽ വടകര മണ്ഡലത്തിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.